പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ വീൽചെയർ പ്രതിസന്ധി പരിഹരിച്ച് ജില്ലയിലെ വ്യാപാരികളുടെ കൂട്ടായ്മയായ താങ്ങും തണലും 10 പുതിയ വീൽചെയറുകൾ സംഘടന ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ വീൽചെയർ പൊട്ടി നിലത്ത് വീണ രോഗിക്ക് പരിക്കേറ്റത് ഏറെ ചർച്ചയായിരുന്നു. ആവശ്യത്തിന് വീൽചെയറുകൾ ഇല്ലാത്തതിനാൽ ആശുപത്രിയിലെത്തുന്ന രോഗികളെ ബന്ധുക്കൾ തോളിൽ ചുമന്നു നടക്കുന്നത് റിപ്പോർട്ടർ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ വീൽചെയറുകളുടെയും സ്ട്രക്ചറുകളുടെയും പോരായ്മയെക്കുറിച്ച് റിപ്പോർട്ടർ TV തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കൃത്യമായി വീൽചെയറുകൾ കിട്ടുന്നില്ല എന്നും കിട്ടുന്ന വീൽചെയറുകൾ തന്നെ തകരാറ് സംഭവിച്ചതാണെന്നെല്ലാം തെളിവുകളുടെ സഹിതമായിരുന്നു റിപ്പോർട്ടർ TV വാർത്ത ചെയ്തിരുന്നത്. പല രോഗികൾക്കും ഇവിടെ എത്തുമ്പോൾ ആശുപത്രിയിലേക്ക് എത്തുന്ന പല രോഗികൾക്കും അവരെ കൂട്ടിരിപ്പുകാർ അല്ലെങ്കിൽ ബന്ധുക്കൾ ചേർന്ന് തോളിൽ ചുമന്നുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ പലതവണ റിപ്പോർട്ടുകൾ വന്നെങ്കിലും വാർത്തകൾ വന്നെങ്കിലും കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ ആശുപത്രി അധികൃതർക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇനി ഈ ഒരു പ്രശ്നം ആശുപത്രിയിൽ ഉണ്ടാവരുത്, രോഗികൾക്ക് ഇനി ആശുപത്രിയിൽ എത്തുമ്പോൾ ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട് വ്യാപാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. പാലക്കാട് വ്യാപാരികളുടെ സംഘടനയായ താങ്ങും തണലും എന്ന സംഘടനയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് 10 വീൽചെയറുകൾ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സംഘടനയുടെ പ്രതിനിധികളാണ് ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത്. ഏതൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ 2 ദിവസമായി റിപ്പോർട്ടർ ചാനലിൽ ധാരാളമായിട്ടുള്ള വാർത്തകൾ, ഇത് ഓരോ ആളുകളുടെയും കാലിന് സുഖമില്ലാതെ അവിടെ ഒരാൾ വന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ വീൽചെയർ പൊട്ടി വീണ് അവരുടെ കാലിന് വീണ്ടും പരിക്ക് പറ്റി. അതിനുശേഷം കയറ് കെട്ടിക്കൊണ്ട് അത് കണ്ടപ്പോഴാണ് കയറ് കെട്ടിക്കൊണ്ട് ഈ വീൽചെയർ ഉരുട്ടേണ്ട ഒരു ഗതികേട് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ഉടൻ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള താങ്ങുന്ന വ്യാപാരികൾ മാത്രമുള്ളൊരു കൂട്ടായ്മയാണ്, പൊതുവിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 10 വീൽചെയർ ഇന്നിവിടെ കൊടുക്കുകയുണ്ടായി. അത് റിപ്പോർട്ടർ ചാനൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചപ്പോൾ നമുക്കത് വൈകാരികമായിട്ടാണ്. സാധാരണപ്പെട്ട ആളുകളാണ് ഈ ഹോസ്പിറ്റലിലേക്ക് വരാറുള്ളത്. ഈ സാധാരണപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർ കടന്ന് പ്രയാസപ്പെടേണ്ട, ഇനി ഒരാൾ പ്രയാസപ്പെടരുത് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് 10 വീൽചെയർ ഞങ്ങൾ കൈമാറിയിട്ടുള്ളത്. എത്തുന്ന ഒരാളും ബുദ്ധിമുട്ടരുതെന്ന് തന്നെ നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കച്ചവടക്കാർ. ഈ കാര്യങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ സംഘടന ആ കാര്യത്തിൽ ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അതിലൊരു തീരുമാനമായി. 10 വീൽചെയർ ഇപ്പോൾ സാധാരണക്കാർക്കായിട്ട് ഇന്ന് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിനി ഉപയോഗപ്പെടുത്തുക എന്നുള്ള കർത്തവ്യം മാത്രമേ ജില്ലാ ആശുപത്രിക്കുള്ളൂ. ഏതായാലും ഇത് നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ ഈ വ്യാപാര കൂട്ടായ്മ താങ്ങും തണലിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു രോഗി പോലും ഇനി വീൽചെയറുകളോ സ്ട്രക്ചറുകളോ കിട്ടാതെ ബുദ്ധിമുട്ടിലാവരുത് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ പാലക്കാട് വ്യാപാരികൾ തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. 10 വീൽചെയറുകളാണ് അല്പസമയം മുമ്പ് ഈ വ്യാപാരികളുടെ സംഘടനയായ താങ്ങും തണലും പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് കൈമാറിയിരിക്കുന്നത്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഈ വീൽചെയറുകൾ ഇവിടെ എത്തുന്ന രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ആശുപത്രി അധികൃതർ ഒരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.